ഇടി പെണ്ണെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റടി പെണ്ണെ. നീ ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ കതവ് തുറന്നപ്പോഴല്ലേ നീ വന്നേ? ഞാനിപ്പോൾ കതവ് തുറന്നപ്പോഴില്ലയോ പെണ്ണെ നീ ഇവിടെ വന്നേ? നീ എങ്ങനെ അറിയുന്നു ഞാൻ കതവ് തുറക്കുന്നേ? നിൻ്റെ വീടങ്ങ് മേളിലാണല്ലോ. നീ എങ്ങനെ സൗണ്ട് കേൾക്കുന്നേ? എടി പെണ്ണെ, എടി, ഞാനിപ്പോൾ ഈ കതവ് അങ്ങോട്ട് തുറന്നേ ഉള്ള അടുക്കള കതവ്. ഞാൻ നോക്കി നീ ഇവിടെ എങ്ങാനും ഉണ്ടോയെന്ന്. നീ ഇല്ലായിരുന്നു. എടി കല്ലിപ്പെണ്ണെ, എടി കല്ലിപ്പെണ്ണെ, ഇങ്ങോട്ട് നോക്കെടി കല്ലിപ്പെണ്ണെ. ആ, നീ എവിടുന്നായി വരുന്നേ? നിനക്ക് എങ്ങനെ മണം കിട്ടുന്നു ഞാൻ കതവ് തുറക്കുന്നേ? നോക്കിയിരിക്കുക. അയ്യോ, എൻ്റെ മക്കളെ സൗണ്ട് കേട്ടെ. എന്തോ സൗണ്ട് കേട്ടു. എന്തുവാ സൗണ്ട് കേട്ടടി? നീ എന്തിനാ കൊടുക്കുന്നേ? നീ രാത്രി ഇവിടെ ആയിരുന്നോ? നിൻ്റെ വീട്ടിൽ പോയോ? എടി പെണ്ണെ, എടി പെണ്ണെ, കല്ലിപ്പെണ്ണെ, ആരെയായി നോക്കുന്നേ? ആരെയായിരിക്കും ഇങ്ങനെ നോക്കുന്നേ? മീമു കൂട്ടി ചോറ് തിന്നണ്ടേ? ഇന്ന് ചോറ് തിന്നണ്ടേ? ഇത് നോക്കുന്നേ? എനിക്ക് ജോലിയുണ്ട്, ഞാൻ പോവാം. കിടന്നോ അവിടെ കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാറാകുമ്പോൾ പറയാം. അപ്പോൾ ഹെൽമയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ സുഹൃത്ത് ആനി അങ്കമാലിയിൽ നിന്ന് വന്നതും എനിക്ക് ചക്ക കൊണ്ടു തന്നതും ഒക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അതിനെപ്പറ്റി ഞാൻ അടുത്ത വ്ളോഗിൽ പറയാമെന്ന്. അതാണ് ഇത്. രാത്രിയിലാണ് കേട്ടോ, പണിയെല്ലാം ഒന്ന് ഒതുങ്ങി ഇപ്പോഴാണ് എടുക്കുന്നത്. നല്ല മണം വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗും ഒറ്റ ദിവസത്തെ അല്ല, ഒരു 2-3 ദിവസത്തെ ക്ലിപ്സുകൾ ചേർത്ത് ഒരു വ്ളോഗ് ആക്കിയതാണ്. ഉണ്ടല്ലോ, അതിൻ്റെ പുറം കണ്ടിട്ട് നന്നായിട്ട് വിളഞ്ഞാണക്കാണ്. മടലൊക്കെ നല്ലതായിട്ട് പരന്നു. പക്ഷേ കൊത്തൻ ചക്കയാണ്, ഇനി വിളയാനുണ്ട്. അതുകൊണ്ട് തന്നെ റെഡിയായിട്ടില്ല. അന്നേ അങ്ങ് വേവിച്ചാൽ മതിയായിരുന്നു. ചുള കണ്ടില്ലേ, കുരുവാണ്, ചുളയില്ല. കണ്ടിട്ട് ഞാൻ വിചാരിച്ചത് നന്നായിട്ട് വിളഞ്ഞതാണെന്നേ. പുറമേ കണ്ടപ്പോൾ നല്ല വിളഞ്ഞതായിട്ട് തോന്നി. അത് കൊണ്ടുവന്നപ്പോഴേ സ്റ്റീഫൻ പറഞ്ഞിരുന്നു ഒരെണ്ണം ചിലപ്പം പഴുക്കാൻ ചാൻസ് ഉണ്ട്, ഒരെണ്ണം നിങ്ങളങ്ങ് വേവിക്കണേന്ന്. നമ്മുടെ അത്യാഗ്രഹം കാരണം രണ്ടും പഴുക്കട്ടെന്നും പറഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പൊ വീറും കൊത്തഞ്ചക്കയാണ്. പക്ഷെ വലിയ പ്രതീക്ഷയോടെ വരണ്ട. കൊത്തഞ്ചക്കയാണ്, കുഞ്ഞ് കൊത്തൻ, അരി പോലും മുറ്റിയിട്ടില്ല. വിളഞ്ഞതാന്നേ തോന്നുന്നു. ഭയങ്കര പ്രതീക്ഷയോടെ വന്നേ. അപ്പോൾ കടയൊക്കെ അടച്ച് രാത്രിയിൽ സാവധാനം കഴിക്കാം, ആസ്വദിച്ച് കഴിക്കാന്ന് പറഞ്ഞ് ജോസാൻ പെട്ടെന്ന് ഓടിപ്പോയി കുളിച്ചേച്ചൊക്കെ വന്നതാണ് കേട്ടോ. അപ്പോഴാണ് സംഭവം കണ്ടിട്ട്. മധുരം ചെറുതായിട്ട് മധുരം വെച്ചിട്ടേ ഉള്ളൂ, പക്ഷെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല. അത്രയ്ക്ക് ചുളയ്ക്ക് കനമില്ല. വെറും തൊലി ടൈപ്പ് എന്ന് പറയത്തില്ലേ, അത്ര കട്ടിയില്ലാത്ത ചുള. അന്നേരം അവർക്കും അറിയത്തില്ല ഈ ചക്ക വിളഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. കാരണം ആ പരുവത്തിൽ അവര് കൊടുക്കുന്നില്ല. കൂടുതലും മാർക്കറ്റില് ഇടിയൻ ചക്കയായിട്ടാണ് അവരുടെ ചക്കകൾ മൊത്തവും പോകുന്നത്. മാർക്കറ്റിൽ കൊടുക്കുന്നുണ്ട്, ആ രീതിക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. കാരണം നമുക്ക് ചക്ക ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു കൊതിക്കും വേണ്ടി കൊണ്ടുവന്നതാണ്. അതും വിയറ്റ്നാം ഏർലിയാണ്. എനിക്ക് ഭയങ്കര അതിശയമായി പോയി. വിയറ്റ്നാം ഏർലി ഇത്രയും ചുളയുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. കാരണം അത് നിറച്ചങ്ങ് ചുളയാണ്. ഇത്രയും തിങ്ങി ചുളയുള്ള വിയറ്റ്നാം ഏർലി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോ ഞാനത് കളയാമെന്ന് പറഞ്ഞപ്പോ സംഭവം ഉള്ളതിൽ വിളഞ്ഞതാണ് ആദ്യം കട്ട് ചെയ്തത്, വിളഞ്ഞതെന്ന് തോന്നിയത്. അപ്പൊ അതിങ്ങനെ ആയപ്പോ മറ്റത് വെറും ഒട്ടും ചുവ കാണത്തില്ലല്ലോ. അപ്പൊ ഞാൻ കളയാന്ന് പറഞ്ഞപ്പോ ജോസൻ പറഞ്ഞു വേണ്ട, നമുക്ക് എങ്ങനെയും അത് പറിച്ച് വെക്കാം, എന്നിട്ട് അവിയൽ പോലെ കാണാൻ ചെയ്യാമെന്നും പറഞ്ഞ് രാത്രി ഞങ്ങൾ രണ്ടുപേരൂടെ ഇരുന്ന് രണ്ടും പറിച്ചു വെച്ച്. പറിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം അത് കുരുവാണ് കൂടുതലും. ചുള തീരെ കട്ടി കുറവും. കുരുവാണേലും നമുക്കെങ്കിൽ എങ്ങനെയും ചിരണ്ടി ഇതിനകത്ത് ഇടാമെന്ന് വെച്ചാല് അതും ഒട്ടും കട്ടിയില്ല, കിശിരിശാന്നിരിക്കുന്ന ടൈപ്പ്. എന്തായാലും ഉള്ളതെല്ലാം കൂടെ ഞങ്ങൾ പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ അവിയൽ പോലെ ആക്കി. കാരണം എന്തൊക്കെയാണേലും വിഷമടിക്കാത്ത, നമുക്ക് ശരീരത്തിന് ദോഷമില്ലാത്ത സംഭവമാണല്ലോ. അതുകൊണ്ട് സാധാരണ നമ്മുടെ നാടൻ ചക്ക എന്നൊക്കെ പറയുന്ന മടല് നല്ല കട്ടിയായിരിക്കും. ഇതിന് മടലിൽ ഒരു ഇത്തിരി പോലും കട്ടിയില്ല. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ചേച്ചി എന്താണ് ചക്ക അവിയലും ഇടിച്ചക്കയും കൂടെ ഒരേ ദിവസമാണോ? നല്ല, ഇത് അതിനുശേഷം 2 ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ്. ഇടിയൻ ചക്ക. ഞങ്ങളുടെ നാട്ടില് കൊല്ലം ജില്ലയിൽ എനിക്ക് തോന്നുന്നു പൊതുവെ ഇടിച്ചക്കയോട് വലിയ പ്രിയമില്ലെന്ന് തോന്നുന്നു. അതോ ഞാനിനി എന്റെ വീട്ടിൽ ചെയ്യാത്തോണ്ടാണോ? കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ അമ്മ
കോന്നി സൈഡാണ്. അപ്പൊ അവിടെ ശീലിച്ചതായിരിക്കുമല്ലോ അമ്മ ഞങ്ങൾക്കും ചെയ്തു തന്നിട്ടുള്ളത്. അമ്മ കുഞ്ഞിലെ ശീലിച്ചത്. ആ ശീലമാണല്ലോ ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്, അമ്മയിൽ നിന്നും കിട്ടിയത്. അപ്പൊ അമ്മ ഇങ്ങനെ ഇടിഞ്ചക്കയൊന്നും ജീവിതത്തിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ യൂട്യൂബിലൊക്കെ വന്നതിൽ പിന്നാണ് ഇടിച്ചക്ക എന്ന് കേൾക്കുന്നത് തന്നെ. അതിനുശേഷം ബിജീസ് കിച്ചൺ പ്രഗ്നന്റ് ആയ സമയത്ത് അവൾക്കൊരു ആഗ്രഹം തോന്നി ചക്ക കഴിക്കണമെന്ന്. അങ്ങനെ ഇടിയൻ ചക്ക ബോംബെയിൽ മാർക്കറ്റിൽ കിട്ടിയപ്പോൾ അന്ന് ഞാൻ വാങ്ങിയിരുന്നു. ആ ഒരു ഓർമ്മയെ എനിക്കുള്ളൂ. അപ്പൊ ഇന്ന് ഇടിയൻ ചക്കയുടെ പരിപാടിയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ കുറച്ച് പണികൾ കൂടി നടക്കുന്നു. നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ വരുന്നതനുസരിച്ച്, അതല്ലെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കും. ലോൺ എടുത്താലും അത് അടച്ചു തീർക്കാമെന്ന് ഉറപ്പുള്ള രീതിയിൽ മാത്രമേ എടുക്കാറുള്ളൂ. ലക്ഷങ്ങളൊന്നും എടുക്കാറില്ല. പലപ്പോഴും ക്രെഡിറ്റ് കാർഡിന്റെ ലോൺ തീരുമ്പോൾ അവർ വീണ്ടും ഇങ്ങോട്ട് വിളിക്കും. അടുത്ത ജംബോ ലോൺ ഉണ്ട്, ഇൻസ്റ്റാ ലോൺ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് പുതുക്കിയെടുക്കാറുണ്ട്. അങ്ങനെ കുറേ നാളായിട്ട് എന്ത് വിഷയവും നമ്മള് മനസ്സിലൊരു ആഗ്രഹം തോന്നുന്ന ഉടനെ പ്രാർത്ഥിച്ചു തുടങ്ങും കേട്ടോ. ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നിസ്സാരം എനിക്കൊരു നൈറ്റി എടുക്കണമെങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, നല്ലത് കിട്ടണേ, നല്ല പരുവത്തിലുള്ളത് കിട്ടണേ. അത് കേൾക്കുന്നവർക്ക് തമാശയായിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എന്ത് വിഷയം ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അങ്ങനെ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ പിന്നെ ഇത്രയും ചെയ്യാനാണോ വലിയ എന്താണ് പറയുന്നത്, ബിൽഡപ്പ് നടത്തി പറയുന്നതെന്ന്. ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവം അവിടെ പണി നടക്കുന്നു. അതിന്റെ പണിയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ ചിന്തിക്കാൻ തന്നെ കാര്യം, എപ്പോഴും ഈ ചക്ക വരട്ടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, എന്താ ഇവിടെ മണ്ണ് കറുത്ത് കിടക്കുന്ന കണ്ടോ മെറ്റല്, അവിടാണ് അടുപ്പ് കൂട്ടുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ചിപ്സിന്റെ ഓർഡർ കിട്ടിയാലും അവിടെയാണ് അടുപ്പ് കൂട്ടുന്നത്. അപ്പോ അതിനുശേഷം കൂടുതലായിട്ടുള്ള മണ്ണ് ചാരം വാരിക്കളഞ്ഞാലും ബാക്കി ആ ചാരം അവിടെ കിടക്കും, ആ ചൂടും അവിടെ കാണും. രാത്രി പല എന്താണ്, നമ്മുടെ ഏരിയയിൽ പട്ടിശല്യം ധാരാളം ഉണ്ട്. ഈ പട്ടികൾ അവിടെ വന്ന് കിടക്കുക, ആ മണ്ണ് മാന്തുക, അന്നേരം മാറ്റ് മൊത്തവും മണ്ണ്, സ്റ്റെപ്പ് മൊത്തവും മണ്ണ്, നമുക്ക് മുറ്റത്ത് നടക്കുമ്പോഴും ബുദ്ധിമുട്ട്. അതുകൊണ്ടൊക്കെ ചിന്തിച്ചതാണ് ഇതൊന്ന് മാറ്റിയാലോ എന്ന്. അപ്പൊ പണികൾ അവിടെ നടക്കട്ടെ. ഇടിയൻ ചക്ക നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് അത് ചെറിയ പീസാക്കി. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തതെന്നൊന്ന് പറയണേ. ഞാൻ ഈ ചെയ്ത രീതിയാണോ, നിങ്ങൾ വേറെ രീതിയിൽ ചെയ്യാറുണ്ടോന്ന്. അപ്പൊ അത് ചെറിയ പീസാക്കി നല്ലതുപോലെ ഒന്ന് കഴുകി വാരിയ ശേഷം ഒരു പാത്രത്തിലിട്ട് ഇത് നികക്ക വെള്ളം ഒഴിച്ച് വേണമെങ്കിലും വേവിക്കാം. അന്നേരം നമുക്ക് ആ വെള്ളം കളയേണ്ടി വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചക്കയുടെ ഗുണമൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഞാൻ നികക്കയൊന്നും ഒഴിച്ചിട്ടില്ല. ആവിയിൽ വേവാൻ വേണ്ടി അടിഭാഗത്ത് ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ നികക്ക വേണേ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടണമായിരുന്നു. മറന്നുപോയി പല കാര്യങ്ങൾ കാരണം. പിന്നീടാണ് ഓർത്തത്. അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ കഷ്ണങ്ങൾ ഒന്ന് തിരിച്ചു മറിച്ചു വിടുന്നുണ്ടായിരുന്നു വേവാൻ വേണ്ടിയേ. അപ്പൊ നല്ലതുപോലെ ഒന്ന് ആവി വന്ന് ഞെക്കി ഞെക്കി നോക്കുമ്പോൾ അറിയാം വെന്തോ ഇല്ലയോ എന്ന്. അതായത് നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് ഉടച്ചും ചെയ്യാം. ആ പരുവത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇതിന്റെ കൂഞ്ഞു ഒന്നും കളയണ്ട കേട്ടോ. മൊത്തത്തിലിട്ടാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. കൂഞ്ഞൊക്കെ കളയുമോ എന്ന് എനിക്കറിയില്ല. കുഞ്ഞിലെ കൂഞ്ഞ് മാത്രം തോരൻ വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ കൂഞ്ഞിന്റെ തോരൻ വെച്ച് തരാറുണ്ടായിരുന്നു. അപ്പൊ അരപ്പിനായിട്ട് തേങ്ങ, കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടു. അതിനുശേഷം എരിയുള്ള മുളക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നല്ലോ ആനി കൊണ്ടു തന്നത്. അതിൽ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഞാന്. അതാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ലേശം ഒരു നമ്മുടെ തോരന് കളർ കിട്ടാനായിട്ട്. അപ്പോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. മുളക് പൊടി വേണമെങ്കിൽ എരിക്ക് പകരം അതും ചേർക്കാം. ഇതൊക്കെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അപ്പോ ഇതൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്ന മസാലകളെ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ല, കാരണം ഓൾറെഡി നമ്മൾ ചക്ക വേവിക്കാൻ നേരം ഉപ്പിട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ട് മുറ്റം ഇന്റർലോക്ക് ചെയ്തത് ഇവര് തന്നെയാണ് കേട്ടോ. അന്നേ ഇവിടെ ഒക്കെ ഇന്റർലോക്ക് ചെയ്തുകൂടെ എന്ന് അവര് ചോദിച്ചതാണ്. അതിന്റെ എസ്റ്റിമേറ്റും തന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കടം എടുത്തു വെക്കൽ പരിപാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് നമ്മൾ ചെയ്യിച്ചില്ല. ഫ്രണ്ട് മുറ്റമായിരുന്നു അന്ന് അത്യാവശ്യം, അങ്ങനെ ചെയ്തു. ഓരോന്നും സമയാവുമ്പോൾ ഇങ്ങനെ വന്നു ചേരും, അത്രയേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ശാപം മാറിയെന്ന് പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് വീഡിയോ തുടർന്ന് കാണുമ്പോൾ അത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുമേ. ഒരുപക്ഷെ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്താണ് ഊഹിച്ചതെന്ന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെ സംഭവം.
അപ്പൊ അകത്ത് വേറെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. ഇത് ആക്ച്വലി നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ഇവര് വരാൻ സമയമായി, പിന്നെ വരാം അങ്ങനെ. ഇത് വന്നപ്പോ രണ്ട് കൂട്ടരും കൂടെ ഒരുമിച്ചാണ് വന്നത്. ഞാൻ എന്റെ പഴയ വ്ളോഗ് കണ്ടവർക്ക് അറിയായിരിക്കും, നമുക്ക് ഇവിടെ ഒരു ഷോക്കേസ് ആയിരുന്നു, ഡൈനിങ് റൂമാണ്, ഷോക്കേസ് ആയിരുന്നു, ഗ്ലാസ് ആയിരുന്നു ഡോറ്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് മൂന്നോ നാലോ തട്ടായിട്ട് ഗ്ലാസ് ആയിരുന്നു, അത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഡോർ ഇടിപ്പിച്ചു. കാരണം എനിക്ക് അച്ചാർ ബിസിനസ് തുടങ്ങി പിന്നെ സ്ഥലം തികയുന്നില്ല. അപ്പൊ എന്റെ അച്ചാറുകളും ബോട്ടിലുകളും ഒക്കെ വെക്കാൻ, അപ്പൊ താഴത്തെ ആ സ്പേസ് അങ്ങനെ കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നു അവിടെയും കൂടെ ഒരു തട്ട് മിഡിൽ കൊടുത്തിട്ട് ഇതുപോലെ അടപ്പിടണമെന്ന്. അപ്പൊ അവര് പെൻഡിങ്ങിൽ വെച്ചിട്ട് ഇന്നത്തെ ദിവസമാണ് അവരും വന്നത്. കൂട്ടത്തില് നമ്മുടെ സിറ്റ് ഔട്ടില് ചെരുപ്പ് വെക്കാനായിട്ട്, ആ ബാക്കി ആ താഴോട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, ചെരുപ്പ് വെക്കാനായിട്ട് ചെയ്യാൻ പറഞ്ഞു. ഒരു ഫോൾട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചില്ല, അതിന്റെ ഫ്രെയിം അടിച്ച പയ്യന്മാരൊന്നുകിൽ ലോജിക്ക് ഉപയോഗിക്കണം, ആ വെള്ള കളർ അതിന് മാച്ച് അല്ലെന്ന്. ജോലി ചെയ്യുന്നവർക്കൂടെ ഒരു ഐഡിയ വേണ്ടേ. അവന്മാര് കൊണ്ടിട്ട് വെള്ള എവിടെ അടിച്ചു വെച്ചു, പിന്നീടൊട്ട് മാറ്റാനും പറ്റിയില്ല. ഞാൻ അന്നേരെ പറഞ്ഞു, ഈ ജോലി ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ വേണം, വീട്ടുകാർ പറഞ്ഞില്ലേ എങ്കിലും. അങ്ങനെ ഒരു പറ്റിയ ഒരു അബദ്ധമാണ്. ഒട്ടും മാച്ചിങ് അല്ലെന്ന് പറഞ്ഞാൽ മതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് അഴിച്ച് ചെയ്യിപ്പിക്കായിരുന്നു. നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നായിരുന്നെങ്കിൽ അത് പറ്റത്തില്ല, ഞങ്ങൾക്ക് മറ്റേ കളർ വേണമെന്ന്. പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ല, അത്രയും കഷ്ടപ്പെട്ട് അത്രയും ചെയ്തതല്ലേ, നമുക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അങ്ങനെ മനസാക്ഷി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ കാലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ചക്ക ഏകദേശം തണുത്തു. അതിനുശേഷം അതിനെ കുഞ്ഞു പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് എടുക്കേണ്ടത് കേട്ടോ. എന്റെ മിക്സിയിൽ ക്രഷിങ് ചെയ്യുന്നതിന്റെ ഓപ്ഷൻ കേടായിരിക്കുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ അരയ്ക്കുന്നത് പോലെ തന്നെ ചെറുതായിട്ട് കറക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. ഓരോ പ്രാവശ്യവും അടിച്ചെടുത്ത ശേഷം അതിനകത്ത് വീണ്ടും വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ബാച്ചിലിട്ട് അങ്ങനെയാണ് ചെയ്തെടുത്തത്. അപ്പൊ യാതൊരു കാരണവശാലും അത് കുഴഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് ചതച്ചേ എടുക്കാവൂ. അതിനുശേഷം പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. നമ്മൾ ഇളക്കി വെച്ചിരുന്ന മസാല അതിനകത്ത് ഇട്ട് നല്ലതുപോലെ ആ മസാലയൊന്ന് വേവണം. തേങ്ങയൊക്കെ ഒന്ന് വേവാനായിട്ട് ഇത്തിരി നേരം ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മള് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിയൻ ചക്ക ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നോൺ സ്റ്റിക്ക് ആണ്, ഒട്ടുമേ വെള്ളത്തിന്റെ ആവശ്യമില്ല. അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. ഉപ്പൊക്കെ നോക്കിയ ശേഷം വീണ്ടും ഇത്തിരി ഇട്ട് കൊടുക്കാം. എരി കുറവാണെങ്കിൽ മുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഈ സമയത്ത് ചേർക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് ആവിയിൽ ഒന്നുകൂടെ വേവിക്കാം. കാരണം ഓൾറെഡി നമ്മുടെ ഈ ഇടിയൻ ചക്ക വെന്തതാണല്ലോ. ഇനി ആ മസാലയുമായിട്ടൊക്കെ ഒന്ന് യോജിച്ച് ഒന്ന് ആവി വന്നാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ ലേശം ഉപ്പൂടെ ഇട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലേ ഇത് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ക്രൈസ് ഇല്ല ഇടിയൻ ചക്കയോട്. ജോസാനും വലിയ ക്രൈസ് ഇല്ല. പിന്നെ എന്താണ്, ഇതൊക്കെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വിഷമടിക്കാത്ത നമ്മുടെ പച്ചക്കറികളാണ്. ശരീരത്തിന് വളരെയധികം ഗുണങ്ങളുള്ളതാണ്. ചക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ഷുഗർ ഉള്ളവർക്കൊക്കെ ചക്ക കഴിക്കുന്നത് നല്ലതാണ്. പഴയ കാലത്തൊക്കെ ചക്കയായിരുന്നു. എന്റെ കുഞ്ഞിലെയൊക്കെ മിക്ക ചക്ക സീസൺ ആയാൽ പിന്നെ എന്നും ചക്ക കാണും. രാവിലെ ചക്കപ്പഴം കഞ്ഞി അല്ലെങ്കിൽ ചക്കയും കഞ്ഞിയും ഒക്കെ ആയിരുന്നു. അപ്പൊ ഈ പട്ടികൾ വന്ന് എന്നും രാത്രി, നമുക്ക് രാത്രി കാണില്ലല്ലോ, നമ്മൾ ഉറങ്ങുമല്ലേ, ഇവിടെ എന്തൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാത്രി എന്നും പോകുന്നതിന് മുമ്പ് മുറ്റത്ത് വെള്ളം ഒഴിച്ചിടുമായിരുന്നു, ഇതുങ്ങൾ വന്ന് കിടക്കാതിരിക്കാൻ. അത് കൂടാതെ ആഴ്ചയിൽ ഒന്നും രണ്ടും ദിവസം നമ്മൾ അച്ചാറിടുന്ന സ്ഥലം കഴുകി ഇറക്കും. അന്നേരം ഈ കഴുകി ഇറക്കുന്നതെല്ലാം ഈ മുറ്റത്തോട്ടാണ്. പിന്നെ തൊളിയുടെ അഭിഷേകമാണ്. അത് കഴുകി ഇറക്കുമ്പോൾ സ്റ്റോറിലുള്ള ആ വർക്ക് ഏരിയയിലുള്ള എല്ലാ പാത്രങ്ങളും പുറത്തെടുത്ത് വെച്ചിട്ടാണല്ലോ മൊത്തത്തിൽ കഴുകി ഇറക്കുന്നത്. അങ്ങനെയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയപ്പോ തൊട്ടേ മനസ്സിൽ ആഗ്രഹിച്ചതാണ് ഇതൊന്നും മാറ്റണമെന്ന്. പിന്നെ ഡിസൈൻ പ്രത്യേകിച്ച് ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, കാരണം അങ്ങനെ വലിയ ആഡംബരങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് എനിക്കൊന്ന് ഇന്റർലോക്ക് ചെയ്ത് കിട്ടണം, എന്റെ ആ ബുദ്ധിമുട്ടൊന്ന് മാറണം, അത്ര മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം അവരുടെ ഇഷ്ടം അനുസരിച്ചാണ്. കളറ് ചോദിച്ചു, ഞാൻ പറഞ്ഞു വൈറ്റ് വേണ്ട, റെഡും ബ്ലാക്കും മതി, അതായിരിക്കും നല്ലത്. അങ്ങനെയാണ് അത് സെലക്ട് ചെയ്തത്. കാരണം അടുക്കള വശമാണ്, എത്രയ്ക്കാന്നേലും ചവിട്ടി തേക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത് കേട്ടോ. കുറെ ചിന്തിച്ച ശേഷം തീരുമാനിച്ച് ചെയ്തതാണ്. ഇനിയിപ്പം നമ്മുടെ മുറ്റം ഇന്റർലോക്ക് ചെയ്യാനായിട്ട് ഒരു ഭാഗമേ ഉള്ളൂ, അത് ബാക്ക് സൈഡ്. ഞാൻ ആ കാന്താരിയൊക്കെ വെച്ചിരിക്കുന്ന സൈഡ്, അത് ഞാൻ ജോസിനടുത്ത് പറഞ്ഞു വേണ്ട, അത് അവിടെ ഇച്ചിരി മണ്ണായിട്ട് കിടക്കട്ടെ. അപ്പൊ പലരും ചിന്തിക്കും ഇന്റർലോക്ക് ഇട്ടാൽ അത് ദോഷമാണ്, വെള്ളം ഒഴുകില്ല. നമ്മുടെ ഇന്റർലോക്ക് എന്ന് പറയുന്നത് വെള്ളം താഴ്ന്നതാണ് കേട്ടോ. എത്ര മഴ പെയ്താലും നമ്മുടെ ഫ്രണ്ട് മുറ്റത്ത് ഒരിത്തിരി വെള്ളം പുറത്തോട്ട് പോവില്ല, എല്ലാം അടിയിൽ തന്നെ താഴും. ആ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷേ നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ,
നമ്മുടെ അടുക്കള വശത്ത് മൊത്തം ഷീറ്റാണ്. അതുകൊണ്ട് മഴ നനഞ്ഞാലും വെള്ളം വീഴത്തില്ല. പിന്നെ രാവിലെ തൊട്ട് രാത്രി വരെ ഇവൾ എന്റെ കൂടെ ഉണ്ട്. പണി തുടങ്ങിയ സമയത്ത് എവിടെ പോയായിരുന്നു, അവളുടെ വീട്ടിൽ പോയി കാണും. രാത്രിയായപ്പോൾ വീണ്ടും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ ചെറുത്താനും പറഞ്ഞു ഞങ്ങൾ കുറച്ചു നേരം ഈ മെഷീന്റെ ലിങ്ക് പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ടാഗ് ചെയ്യാം കേട്ടോ, പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. അത്യാവശ്യം ഇത് വാങ്ങാൻ പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വർത്തായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അലമാരിയുടെ പണിയും പിന്നെ ഇതിന്റെ ഇന്റർലോക്കിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ചവിട്ടികൾ മൊത്തവും പൊടിയടിച്ച് നാശമായി. അതെല്ലാം ഞാൻ അല്ലാതെ കഴുകാൻ എടുത്തതാണ്. അന്നേരമാണ് ജോസൻ പറഞ്ഞ് വേണ്ട, അല്ലാതെ മെഷീൻ ഇട്ട് കഴുകാം, നല്ല സൂപ്പറായിട്ട് വെളുത്ത് കിട്ടും കേട്ടോ. ബൈ ചാൻസ് ഇതും കൊണ്ടെങ്ങാണ് നമ്മുടെ കൈക്കൊരു അടി കിട്ടിയ എനിക്കൊരു അടി കിട്ടി, എന്റെ പൊന്നോ, ഞാൻ ഇഹലോകവും പരലോകവും ഒരുമിച്ച് കൊണ്ട് അത്രയ്ക്ക് ഫോഴ്സിലല്ലേ അതിനകത്ത് വെള്ളം വരുന്നത്. അത് നമുക്ക് എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. എന്റെ ഈ തെങ്ങിന്റെ അവസ്ഥ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, ഇതിനെ എന്ത് ചെയ്യണമെന്ന്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓല മടല് വന്നത് ഇങ്ങനെ സൈഡിലോട്ട് ചരിഞ്ഞ് എനിക്ക് അറിയില്ലായിരുന്നു. അറിയാമെന്നുണ്ടെ ആദ്യമേ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞേനെ. എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഇങ്ങനെ വളഞ്ഞു വന്നു. അതിനുശേഷം ഓലമടലിന്റെ ഭാഗം ഞാൻ വെട്ടിക്കളഞ്ഞു. വീണ്ടും ഓലമടല് വരുന്നതെല്ലാം അതിന്റെ ആ സൈഡിൽ കൂടാണ്. നമ്മുടെ എന്താണ് കൊടുവാള് വെച്ച് വെട്ടിയാല് അത് ആ തെങ്ങിനെ മൊത്തത്തിൽ ബാധിക്കും. ഇടയ്ക്കൂന്ന് അതിന്റെ കൂമ്പും വരുന്നുണ്ട്. അല്ലെങ്കിൽ ഈ മെഷീൻ കട്ട് ചെയ്യുന്ന കട്ടർ ഉണ്ടല്ലോ, അതെങ്ങാനും വെച്ച് ഇനി കട്ട് ചെയ്യേണ്ടി വരും. അതെനിക്കൊരു വലിയൊരു സങ്കടമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ 2 ദിവസം വെളുപ്പിച്ചിട്ടിട്ടുണ്ട്. അടുത്ത 2 കൂടി കഴുവാനുണ്ട്. അതിനുശേഷം അന്നത്തെ ഞങ്ങളുടെ ജോലി എന്ന് പറയുന്ന മൊത്തം ഇന്റർലോക്ക് പുതിയതായിട്ട് ചെയ്തതെല്ലാം കഴുകി വൃത്തിയാക്കുക എന്നുള്ളതായിരുന്നു. ആദ്യത്തെ ദിവസം മൊത്തം അവര് കല്ല് നിരത്തിയേച്ച് പോയി. പിറ്റേന്നാണ് അതിന്റെ സൈഡൊക്കെ പെയിന്റ് അടിച്ചത്. അതിനുശേഷം മൊത്തം കഴുകി വൃത്തിയാക്കണമായിരുന്നു. കണ്ടില്ലേ എന്തോരം ക്ലീൻ ആവുന്നുണ്ടെന്ന്. ഞങ്ങളുടെ ഈ മതില് പണിഞ്ഞ സമയത്ത് അവിടെ ഇട്ട് സിമന്റ് കൂട്ടിയതിന്റെ എങ്ങാണ്ട് ആ സിമന്റ് കട്ടി പിടിച്ചിരുന്നതാണ് ഇപ്പൊ ചീള് ചീള് പോലെ പറന്നു പോകുന്നത് ആ വെള്ളത്തിന്റെ ഫോഴ്സിൽ. അതുപോലെ എത്ര പായലുണ്ടെങ്കിലും ഇതും കൊണ്ട് നമുക്ക് ആ വെള്ളം പ്രഷർ ഉണ്ടല്ലോ, എങ്ങനെ വീണിലും നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് ഈ രീതിയിൽ വരുന്നത് അല്ലാതെ സ്പ്രെഡ് ആയിട്ട് വരുന്നത് ഏത് രീതിയിൽ വേണേലും നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ടില്ലേ പായലൊക്കെ എത്ര ഇതായിട്ടാണ് പോണേന്ന്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് നിങ്ങൾ എന്റെ ആ മതിലും പാത്രം കഴുകുന്നിടവും അലക്കുകല്ലും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ നോക്കിക്കോണം ഏത് രീതിയിലാണ് ആയിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ ഉച്ച വരെയുള്ള പണിയായിരുന്നു. കുറച്ച് ജോസാൻ ചെയ്തു, ബാക്കി ഞാൻ. നല്ല എളുപ്പമാണ് കേട്ടോ, നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ. പിന്നുള്ളതെല്ലാം ഞാനാണ് ചെയ്തത്. കുറേ ഭാഗങ്ങൾ ഞാനാണ് വെളുപ്പിച്ചത്, ബാക്കി ജോസാൻ വിളിപ്പിച്ച് ഞങ്ങളുടെ ഒരു ദിവസത്തെ പണിയായിരുന്നു. പിന്നെ കറണ്ട് വേണം, കറണ്ടിലാണ് ഇത് വർക്ക് ആവുന്നത്. ഈ സൈഡ് ഇന്റർലോക്ക് എല്ലാം കഴുകി വൃത്തിയാക്കി. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. പായല് പിടിച്ച് കിടക്കുവാണ്, അത് മൊത്തവും കഴുകി വൃത്തിയാക്കണം. ഓൾറെഡി ഞാൻ ഇന്റർലോക്കിലൊക്കെ സോപ്പ് വെള്ളം തളിച്ചിട്ടേക്കുവാണ് പെട്ടെന്ന് അഴുക്കളവാനായിട്ട്. കാരണം ചവിട്ടി തേച്ച് മൊത്തം അഴുക്കായിട്ട് കിടക്കുവാണ് ഇന്റർലോക്കും. അതെല്ലാം കഴുകി വൃത്തിയാക്കിയില്ലായിരുന്നു പണി. അപ്പൊ നിങ്ങൾക്ക് വാങ്ങാൻ പ്രാപ്തിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ മെഷീൻ ഒരെണ്ണം വാങ്ങി വെച്ചോളൂ കേട്ടോ. ഭയങ്കര വർത്താണ്. ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാത്രം കഴുകുന്ന കല്ലാണത്. എത്രയൊക്കെയാണേലും നമ്മൾ കഴുകുമ്പോൾ അവിടെ ഒക്കെ അഴുക്കാവും. പായല് പിടിച്ചതുപോലെ എന്നും എന്നും കഴുകിയിടാനും പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ ഒക്കെ കണ്ടില്ലേ ഇപ്പൊ ആ കല്ല് എന്ത് വൃത്തിയായെന്ന് നോക്കിക്കേ. അപ്പൊ അന്നത്തെ ഒരു ദിവസത്തെ പണി മൊത്തം ഇതായിരുന്നു. അതിനുശേഷം കരിയിലെ തൂത്തിറക്കൽ എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ലാസ്റ്റ് തൂത്തിറക്കലായിരിക്കാം. കാരണം ഓൾറെഡി കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിരുന്നു 2 പ്രാവശ്യം തൂത്തിറക്കി. ഇന്നത്തെ വ്ളോഗിൽ 3ാമത്തെ തൂത്തിറപ്പാണ് നമ്മുടെ കരിയില. അപ്പൊ പല വ്ളോഗിലും എനിക്ക് ഒരാൾ മാത്രം ആ സെയിം ഐ ഡി എന്നാണ് എനിക്ക് മെസ്സേജ് വരുന്നത്, വോയിസ് കേൾക്കുന്നില്ല, വോയിസ് കുറവാണെന്ന്. ഒന്ന് മൊബൈൽ ചെക്ക് ചെയ്യണേ, മൊബൈലിൽ വോയിസ് കുറവായിരിക്കാം. കാരണം എന്റെ മൊബൈലും ജോസാന്റെ മൊബൈലും ഞാൻ കേട്ട് നോക്കുമ്പോൾ നല്ല വോയിസ് ആണ്. അതുപോലെ മറ്റുള്ളവരും കമന്റ് ഇടുന്ന വോയിസിന് പ്രോബ്ലം ഇല്ലാന്ന്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ പിറ്റേന്നത്തെ ദിവസം ജോസാന് ജോലിക്ക് കൂട്ടി ജോസാന്റെ ഹെൽപ്പർ വന്നിട്ടുണ്ട്. അവനന്ന് സ്കൂൾ അവധിയായിരുന്നു, രാവിലെ എത്തിയിട്ടുണ്ട്. കരിയിലേടിയാണ് കേട്ടോ. അപ്പോ അതിന്റെ തലേന്നത്തെ ഞാൻ കാണിച്ചല്ലോ, ഞങ്ങള് അവിടെ മൊത്തം ക്ലീൻ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ മൊത്തം തൂത്തുവാരി ഇട്ടതാണ്.
വീണ്ടും കരിയില മൊത്തത്തിലായിട്ടുണ്ട്. ഇതൊന്നും അല്ല ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ, കണ്ടോ, ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞില്ലേ ജോസാൻ ഈ തെങ്ങ് വെട്ടണമെന്നും ഞാൻ വെട്ടണ്ടാന്നും, കാരണം ഇത് കായ്ക്കാത്തത് കൊണ്ട്. അത് കേട്ടിട്ടാണോ എന്നറിയത്തില്ല, എന്റെ ആ തെങ്ങിന് കൂമ്പ് വന്നു. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. കാരണം ഞാൻ അതിന്റെ അടുത്ത് ചെന്ന് നിന്ന് പറഞ്ഞായിരുന്നു, നീ പൂക്കാത്തത് കൊണ്ട് വേണ്ട ജോസാൻ നിന്നെ വെട്ടിക്കളയണമെന്നാ പറയുന്നത്, ഞാൻ വെട്ടാൻ സമ്മതിക്കത്തില്ലെന്നും. സെഫിൻ സൂക്ഷിച്ച് നിക്കണേ, സ്ലിപ്പാവല്ലേ. അപ്പൊ ഈ ഷീറ്റിന്റെ മേളിൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അടുക്കള വശത്തെ മുറ്റം മൊത്തം ഷീറ്റ് ഇട്ടിട്ടുണ്ടെന്ന്. വർക്ക് ഏരിയയും അത്രയും ഭാഗം മുറ്റവും ഷീറ്റാണ്. ഇവിടെ ജോസാൻ ഇറങ്ങാൻ പറ്റത്തില്ല, വെയിറ്റ് ഉള്ളവർക്ക് ഇറങ്ങാൻ പറ്റത്തില്ല, സെഫിനെയും കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സെഫിനെ ഇറക്കിയതാണ് കേട്ടോ. പിന്നെ അവന് മെഷീൻ കൈ കിട്ടിയാൽ നമ്മളെ അതിൽ തൊടാൻ സമ്മതിക്കത്തില്ല, അവന് തന്നെ ചെയ്യണം. ജോസാന്റെ നിന്ന് പിടിച്ച് മേടിച്ച് ജബർദസ്തി ചെയ്യുവാണ്. കണ്ടില്ലേ കരിയിലകള്. ആരോട് പറയാൻ, ആര് കാണാൻ, ആര് കേൾക്കാൻ. അനുഭവിക്കുക, അത് തന്നെ നമുക്ക് അനുഭവിക്കാനല്ലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പൊ ഇത് വീണ്ടും ഞാൻ തൂത്തുവാരണം. ഇന്നലെ ഒരു തൂത്തുവാര് കഴിഞ്ഞതാണ്. ഇതിന്റെ അപ്പുറമാണ് അപ്പുറ സൈഡ്. നമുക്കിതൊക്കെ സീസണൽ ഉത്സവമാണ് ഇപ്പൊ ഞങ്ങൾക്കിത്. കഴിഞ്ഞ പ്രാവശ്യം ഈ പാത്തിയിലെ കരിയില പ്രതീക്ഷിക്കാതെ ഒരു പേര് മഴ പെയ്ത് ആ വെയിറ്റ് താങ്ങാൻ വയ്യാതെ, കരിയിലും വെള്ളം കൂടെ വെയിറ്റ് താങ്ങാൻ വയ്യാതെ പാത്തി ഒടിഞ്ഞു വീണു. അതിനുശേഷം വീണ്ടും സെറ്റാക്കിയതാണ്. ആ റബ്ബറിന്റെ കമ്പെല്ലാം നമ്മുടെ ഷീറ്റിന്റെ മേളിലാണ്, അതായത് നമ്മുടെ പറമ്പും കവർ ചെയ്ത് ആ ഷീറ്റിന്റെ മേളിൽ കിടക്കുന്നു. അകത്തും നമ്മൾ കൂര ഇട്ടിട്ടും ആ ടെറസിന്റെ മേള് മൊത്തം 4-5 ചാക്ക് കരിയിലയാണ് ഇപ്പോൾ ലാസ്റ്റും വാരിയെടുത്തത്. അതിന് മുമ്പൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു, വീണ്ടും വാരിയെടുത്തു. പിന്നെ ആ പറമ്പാണെങ്കിൽ ഞാനും ജോസാനൂടെ ഈ ക്ലീൻ ചെയ്യുന്നതിന്റെ തലേന്ന് എന്റെ ഊപ്പാട് വന്ന് ഒരു 8-9 ചാക്ക് കരിയില ഉണ്ടായിരുന്നു മൊത്തം കൂടെ കത്തിച്ചത്. അപ്പം അന്നത്തെ പണി ഇതായിരുന്നു. ഇതൊരു 3-4 ദിവസം ഞങ്ങളുടെ പണി ഇതായിരുന്നു കേട്ടോ. ഇത് പിന്നെ ലാസ്റ്റ് ദിവസം പറഞ്ഞു, രാത്രി ആയാലും കുഴപ്പമില്ല, നമുക്കിതങ്ങ് തീർക്കാം, ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന്. അപ്പൊ രാത്രി വരെ ഞങ്ങളുടെ പണി ഇതായിരുന്നു. ആ പാത്തിക്കകത്ത് കരിയില കവർ ചെയ്ത് തിങ്ങി നിൽക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് കണ്ടാലേ മനസ്സിലാവും. പിന്നെ ഇത് ആ മറ്റേ മെഷീൻ അല്ല കേട്ടോ, ഇത് ചെറിയ വാക്യൂം ക്ലീനർ ആണ്. അതിന്റെ ആ എയറിലാണ് അടിച്ചു കളയുന്നത്. ഇത് നമുക്ക് മറ്റേതും കൊണ്ട് പറ്റില്ല, കാരണം നമുക്ക് കൈ എത്തത്തില്ലല്ലോ. അല്ലാതെ കാറ്റിൽ അടിച്ചു കളയുന്ന സംഭവം അങ്ങനെ പറ്റത്തുള്ളൂ. ഇതിനു മുമ്പ് ജോസാൻ അതിന്റെ മണ്ടേ കയറിയിട്ട് കൈ എത്തിപ്പിടിച്ച്, എനിക്ക് പേടിയാവും. ഞാൻ താഴെ നിന്ന് നോക്കുമ്പോ എന്റെ കാലും ശരീരവും ഒക്കെ വിറയ്ക്കും അത് കാണുമ്പോ. കാരണം പൊക്കത്തിലല്ലേ പാത്തി ഇട്ടേക്കണേ, എന്നിട്ട് കൈ എത്തി വാരി കളയുമായിരുന്നു. പിന്നീടാണ് ഇപ്പം മെഷീൻ മേടിച്ചത് കേട്ടോ. മുറ്റത്തിന്റെ അവസ്ഥ ഇതാണ്. പാതിരാത്രിയായി, എന്നിട്ടും രാത്രി ഞങ്ങൾ ഇതെല്ലാം തീർത്തിട്ടാണ് കിടന്നത്. ആ വീടിന്റെ 4 ചുറ്റും മൊത്തം അടിച്ചു കളഞ്ഞു. ഷീറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിന്റെ മേളിൽ നിന്നും അടിച്ചു കളയാൻ പറ്റി. രാത്രിയിലത്തെ പണി ഇതായിരുന്നു. പിന്നെ ഒരു ഗുണം, ആദ്യം തന്നെ ഇന്റർലോക്ക് ഇട്ടതിന്റെ ഗുണം ഇതാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്റെ നട്ടു കുടുങ്ങിയനെ. ഇത് ഇന്റർലോക്ക് ആയതുകൊണ്ട് ജോസാന് തൂക്കാൻ എളുപ്പമായിരുന്നു, പറയേണ്ട ആവശ്യമൊന്നുമില്ല. തന്നെ ചൂലെടുത്ത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി, അടുത്ത സൈഡിൽ നിന്ന് ഞാനും തുടങ്ങി. ഇവിടെ ഇപ്പം മെറ്റലായിരുന്നെന്നുണ്ടെങ്കിൽ എന്റെ ഇടപാട് തീർന്നേനെയും. മുറ്റം കാണുമ്പോ ഇച്ചിരേ ഉള്ളൂ, പക്ഷെ ഈ കരിയില എന്ന് പറയുന്നതേ ഒത്തിരി ഉണ്ട്. തൂത്തെടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ, അത് ചാക്കിനകത്ത് കയറ്റുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ ഈ മുറ്റം മാത്രമല്ല, മറ്റേ സൈഡ് ഞങ്ങൾ ചെയ്തിട്ടില്ല, അത് പിറ്റേന്നത്തെ എന്റെ ഡ്യൂട്ടിയാണ്. ഇന്റർലോക്ക് ഉള്ളത് കൊണ്ട് ഇവിടെ ജോസാൻ ചെയ്യും. ഒരു സൈഡിൽ നിന്ന് ഞാനും തുടങ്ങി. ബാക്കിയൊക്കെ പിറ്റേന്നാണ് ചെയ്തത് കേട്ടോ, കാരണം ഒത്തിരി രാത്രിയായിരുന്നല്ലോ. ഇവിടെ തൂക്കാൻ എളുപ്പമായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ മഴയൊന്നും പെയ്യില്ല. കാരണം ഇപ്പൊ മഴയെന്ന് പറയുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്താണ് പെയ്യുന്നത്. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ മഴയൊന്നും പെയ്യില്ലേ, കാരണം പിറ്റേന്ന് ഇതെല്ലാം തൂത്തു വാരണം. അപ്പുറ സൈഡ് കണ്ടില്ലായിരുന്നു, കൂന പോലെ കിടക്കുവാണ്. അപ്പൊ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, ഒരു ശവമോഷം കിട്ടിയെന്ന്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം തൂക്കാൻ എളുപ്പമാണ്. നമ്മുടെ മുറി തൂക്കുന്ന സാധാ ചൂലും കൊണ്ട്, മുറി തൂക്കുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ച മുറി തൂക്കുന്നത് കൊണ്ടല്ലേ മുറ്റം തൂക്കുന്നേ, ആ ടൈപ്പ് ചൂലും കൊണ്ട് മുറ്റത്ത് നിന്ന് പെട്ടെന്ന് തൂത്തെടുക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇപ്പൊ എളുപ്പമാണ്. ഇപ്പൊ മുറ്റം തൂക്കാനാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫ്രണ്ട് മുറ്റം ഇന്റർലോക്ക് ആയതുകൊണ്ട് ഞാൻ തൂക്കാറേ ഇല്ല. ജോസാനാണ് സമയം കിട്ടുമ്പോൾ, കടയിൽ ആളില്ലാത്ത സമയത്ത് ജോസാൻ ഇറങ്ങി ക്ലീൻ ചെയ്യും. കൂട്ടത്തില് ഇപ്പൊ ഇവിടെയും വന്ന് നോക്കും കരിയില വല്ലതും ഉണ്ടോന്ന്. കരിയില ഇല്ലാതിരിക്കാൻ യാതൊരു ചാൻസും ഇല്ല, ഉണ്ട്. പക്ഷെ സമയം കിട്ടുമ്പോഴൊക്കെ ഇപ്പൊ ജോസാൻ ഇവിടെ ഒന്ന് തൂത്തോളും. എനിക്ക് അത്രയും ഒരു ആശ്വാസമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഈ വ്ളോഗ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കല്ലേ. അപ്പോ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്ളോഗുമായി ഉടൻ വരാമെന്ന പ്രതീക്ഷയോടെ ബൈ, ഗോഡ് ബ്ലസ് യു.